സോ ബിഗ് ബോസ് തമിഴ് സീസൺ 8 മണി ബോക്സ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ വിശാലിന്റെ ഒരു കൊലത്തൂക്കം തന്നെ നമുക്ക് പറയാം ഈ ഒരു മണി ബോക്സ് ടാസ്കിൽ അവസാന സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ. കാരണം ഇത്രയും ദിവസം മണി ബോക്സിന്റെ പല ബോക്സുകളും കാര്യങ്ങളും ഒക്കെ വെച്ചു നമ്മുടെ ബോയ്സ് ആണെന്നുണ്ടെങ്കിലും ഗേൾസ് ആണെന്നുണ്ടെങ്കിലും പല രീതിയിൽ കോമ്പറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ റയാൻ മുത്തു 50,000 രൂപ 30 മീറ്റർ 12 സെക്കൻഡിൽ എടുത്തു. അതുപോലെ തന്നെ റയാൻ 45 മീറ്റർ 17 സെക്കൻഡിൽ 2 ലക്ഷം രൂപ എടുത്തു. അതോടൊപ്പം തന്നെ വിശാലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കളിയാക്കുന്നുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഫാൻസിന്റെ കാര്യമാണ് കേട്ടോ, അവരും പലരും പറയുന്നുണ്ടായിരുന്നു വിശാൽ പ്രോപ്പർ ടൈമിൽ ഓൺ ടൈമിൽ ട്രാക്കിൽ ഇറങ്ങിയിരിക്കും, അവൻ എത്ര തുകയാണോ വരുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എമൗണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ വിശാൽ കളത്തിൽ ഇറങ്ങൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പം കറക്റ്റ് ടൈമിൽ വിശാൽ ആ ഒരു ട്രാക്കിൽ ഇറങ്ങി എന്നുള്ളതാണ് ഫാൻസിനൊക്കെ ഇതൊരു വലിയ ആഘോഷമാക്കാനും അതുപോലെ തന്നെ പല PR വർക്ക് ചെയ്ത് വിശാലിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചവർക്കൊക്കെ ഒരു എന്താ പറയുന്നത് ഒരു മരണ അടി തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൊത്തം 60 മീറ്റർ, അതായത് മൊത്തം 120 മീറ്റർ ഡാഷ് എന്ന് തന്നെ നമുക്ക് പറയാം. ഒറ്റ സ്ട്രെച്ചിൽ പണപ്പെട്ടി എടുത്തിട്ട് വരണം 30 സെക്കൻഡിനുള്ളിൽ. ഒരു എന്താ പറയുന്ന ഭയങ്കര ടഫായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു 5 ലക്ഷം രൂപയ്ക്ക് അവിടെ ബിഗ് ബോസ് കൊടുത്തത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം മുത്തുവിനെ സംബന്ധിച്ച് 12 സെക്കൻഡിൽ 30 മീറ്റർ, റയാൻ 17 സെക്കൻഡിൽ 45 മീറ്റർ, അതുപോലെ തന്നെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന 60 മീറ്റർ 30 സെക്കൻഡ് എന്ന് പറയുന്നത് ഇച്ചിരി ടഫ് തന്നെയാണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള അത്ലറ്റ്സിനും കാര്യങ്ങൾക്കും ഒക്കെ കുറച്ച് ഈസി ആയിട്ട് തോന്നിയെങ്കിൽ പോലും സാധാരണ ഒരു നോർമലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇത് ഇച്ചിരി ടഫ് തന്നെയാണ്. 30 സെക്കൻഡിൽ ഈ പറയുന്ന പോലെ 120 മീറ്റർ, അതായത് 60+60 അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടല്ലോ, അപ്പം ഓടി വരിക എന്നത് പറയുന്ന 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി വിശാലിന്റെ ഒരു മാസ് പെർഫോമൻസ് തന്നെയായിരിക്കും. ശരിക്കും ഇന്നത്തെ ഒരു എപ്പിസോഡ് ഓൾറെഡി നമ്മുടെ പവിത്ര 2 ലക്ഷം രൂപയുടെ പണപ്പെട്ടി എടുത്തു. ഗേൾസ് സൈഡിന് ഒരു ഭയങ്കര ഹൈപ്പ് നേടി നിൽക്കുന്ന സമയം. അതിൻ്റെ ഇടയ്ക്ക് ജാക്ലിന്റെ എവിക്ഷനും കാര്യങ്ങളും ഒക്കെ എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു. അതിനിടയിലാണ് വിശാലിന്റെ, കാരണം കുറെ ഫാൻസ് അല്ലെങ്കിൽ PR വർക്കൊക്കെ ചേർന്ന് ഡീഗ്രേഡ് ചെയ്താൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻസിന് ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു ഹൈപ്പായിരിക്കും ഈ ഒരു എപ്പിസോഡ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന എപ്പിസോഡ് എന്ന് തന്നെ നമുക്ക് പറയാം. 5 lakhs മണി ബോക്സ് തൂക്കി ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു ഫിനാലെ വീക്കിൽ വിശാൽ തന്റെ വരവ്, അല്ലെങ്കിൽ വിശാലിന്റെ ആ ഒരു ഹൈപ്പ് തന്നെയാണ് കൂട്ടിയിരിക്കുന്നത് എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.